ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. പൂർവിയെ ജയിച്ച ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. ഉയർത്തെഴുന്നേറ്റു. കല്ലറ തുറന്നിടവേ രാജസേവകർ ഭയന്നിടവേ വല്ലഭനീശു ഉയർത്തെഴുന്നേറ്റു. നിത്യമാം ജീവനെ നൽകിടുവാൻ വല്ലഭനീശു ഉയർത്തെഴുന്നേറ്റു. നിത്യമാം ജീവനെ നൽകിടുവാൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ജയിച്ചെഴുന്നേറ്റു. പൂർവിയെ ജയിച്ച ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. ഉയർത്തെഴുന്നേറ്റു. മരണമേ വിഷമെവിടെ? പാതാളമേ ജയമെവിടെ? മരണത്തെ ജയിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. പാതാള വൈരിയെ ജയിച്ചവനായി. മരണത്തെ ജയിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. പാതാള വൈരിയെ ജയിച്ചവനായി. ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ജയിച്ചെഴുന്നേറ്റു. പൂർവിയെ ജയിച്ച ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. ഉയർത്തെഴുന്നേറ്റു. മരിച്ചവരുടെ ഇടയിൽ ജീവനാഥനെ തേടുകയോ? നീതിയിൻ അധിപതി ഉയർത്തെഴുന്നേറ്റു. സ്വർഗ്ഗപിതാവിൻ മഹിമയിതേ. നീതിയിൻ അധിപതി ഉയർത്തെഴുന്നേറ്റു. സ്വർഗ്ഗപിതാവിൻ മഹിമയിതേ. ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ജയിച്ചെഴുന്നേറ്റു. പൂർവിയെ ജയിച്ച ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. പൂർവിയെ ജയിച്ച ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. ഉയർത്തെഴുന്നേറ്റു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ലവോദിക്ക സഭയ്ക്കുള്ള തോതിൽ നാം കാണുന്ന പ്രത്യേകത, ലവോദിക്ക സഭ നഷ്ടങ്ങളുടെ കണക്ക് പറയുന്നൊരു സഭയാണ്. നഷ്ടങ്ങളുടെ കണക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നൊരു സഭയാണ്. നഷ്ടങ്ങൾ: ഒന്ന്, ദേ ഹാഡ് ലോസ്റ്റ് ദെയർ വിഗർ, അവരുടെ ആന്തരിക ചൈതന്യം നഷ്ടപ്പെടുത്തി. രണ്ട്, ദേ ഹാഡ് ലോസ്റ്റ് ദെയർ വാല്യൂസ്, അവരുടെ മൂല്യങ്ങൾ അവർ നഷ്ടപ്പെടുത്തി. മൂന്ന്, ദേ ഹാഡ് ലോസ്റ്റ് ദെയർ വിഷൻ, അവർ കിട്ടിയ ദർശനങ്ങൾ നഷ്ടപ്പെടുത്തി. നാലാമത്തേത് വളരെ ഗൗരവമേറിയ വാക്കാണ്, ദേ ഹാഡ് ലോസ്റ്റ് ദെയർ വെസ്റ്റർ. വെസ്റ്റർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വസ്ത്രം എന്നാണ്. വെസ്റ്റർ എന്ന് ആക്കാൻ കാരണം മറ്റെല്ലാം വി കൊണ്ട് ആരംഭിക്കുന്നതുകൊണ്ട് അതും വി കൊണ്ട് ആരംഭിക്കാവുന്ന ഒരു വാക്ക് എഴുതി മാത്രമേ ഉള്ളൂ. ദേ ഹാഡ് ലോസ്റ്റ് ദെയർ വെസ്റ്റർ, വസ്ത്രം നഷ്ടപ്പെട്ടു. വസ്ത്രം നഷ്ടപ്പെട്ട അവസ്ഥ അത് വളരെ ഭയങ്കരമാണ്. കഴിഞ്ഞ പ്രാവശ്യം അതിനെക്കുറിച്ച് കുറച്ച് ചിന്തിച്ചു. വസ്ത്രം നഷ്ടപ്പെട്ടു. നാം ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ ജീവിതം സമർപ്പിച്ച്, ദേഹവും ദേഹിയും ആത്മാവും സമർപ്പിച്ച് നമ്മെ ക്രിസ്തുവിന് വേണ്ടി കൊടുക്കുമ്പോൾ, നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ
സാത്താൻ ഞാൻ ഉപേക്ഷിക്കുന്ന മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് നാം വാക്ക് പറഞ്ഞ് ഉടമ്പടി ചെയ്ത് ക്രിസ്തുവിനായി നമ്മെ തന്നെ ഏൽപ്പിക്കുമ്പോൾ അപ്പോൾ നമുക്ക് ലഭിക്കുന്നൊരു വസ്ത്രമാണ് നീതിയിൻ വസ്ത്രം. നാം നീതിമാന്മാരായതുകൊണ്ടല്ല, നീതി കെട്ടവരാണ്, നീതിയില്ലാത്തവരാണ്. പക്ഷേ നമുക്ക് നീതിയിൻ വസ്ത്രം ലഭിക്കുകയാണ്. നീതിയിൻ വസ്ത്രം, റൈറ്റ്യസ്നെസ്, ജസ്റ്റിഫിക്കേഷൻ വേണമെങ്കിൽ പറയാം. റൈറ്റ്യസ്നെസ്, നീതിയിൻ വസ്ത്രം ലഭിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തനി സ്വഭാവം കളങ്കമുള്ളതാണ്, നമ്മുടെ തനി സ്വഭാവം പാവമുള്ളതാണ്. അത് ഏറ്റവും ഹീനമായ അഴുക്കായ സ്വഭാവമുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ. എന്നാൽ നാം നമ്മുടെ ജീവിതത്തിൽ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ മേൽ ഒരു മേലാട വന്ന് പൊതിയും. അതാണ് നീതിയിൻ വസ്ത്രം. നീതി കെട്ടവനാണ്, പക്ഷേ നിത്യനായ ദൈവം തൻ്റെ പുത്രൻ്റെ രക്തത്താൽ നമ്മെ നീതീകരിക്കുകയാണ്. നമുക്ക് നീതിയില്ല, സ്വന്തമായി നീതിയില്ല. നാം എല്ലാവരും ജന്മനാ തന്നെ നാം പാപികളാണ്. അകൃത്യത്തിൽ ഞാൻ ഉരുവായി പാപത്തിൽ എൻ്റെ അമ്മേനെ ഗർഭം ധരിച്ചു. ഗർഭം ധരിക്കുന്ന പാപമാണെന്നല്ല, ഞാൻ ജനിക്കുമ്പോൾ ഗർഭധാരണത്തിൻ്റെ അവസരത്തിൽ ഞാൻ ജനിക്കുമ്പോൾ തന്നെ ഉരുവാകുമ്പോൾ തന്നെ ഞാൻ പാപിയാണ്. പാപം ചെയ്തിട്ടല്ല പാപിയായത്, ഞാൻ സ്വതവേ തന്നെ പാപിയാണ്. മനുഷ്യനാണോ? ഞാൻ പാപിയാണ്. എന്നാൽ എൻ്റെ ജീവിതം ഞാൻ ക്രിസ്തുവിന് സമർപ്പിച്ച് എൻ്റെ മേൽ അവകാശം പറയുന്ന ദുഷ്ടപിശാചിനോട് യാത്ര പറഞ്ഞ് എന്നേക്ക് ഞാൻ ക്രിസ്തുവിൻ്റെ വകയെന്ന് ഞാൻ പ്രഖ്യാപിക്കുമ്പോൾ അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ തിരക്തം വന്ന് നമ്മെ പൊതിയും. അവൻ ദേഹമെന്ന തിരശ്ശീല ചീന്തി നമുക്ക് ആ തിരശ്ശീലയാൽ, ദേഹമെന്ന തിരശ്ശീലയാൽ നമുക്ക് ഒരു പൊതിച്ചിൽ കിട്ടും, ഒരു കവറിങ് കിട്ടും, ഒരാച്ഛാദനം കിട്ടും. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ കൃപ വന്ന് നമ്മെ പൊതിയും. അപ്പോൾ അകത്ത് ഉള്ള പാപങ്ങൾ അതവിടെ തന്നെ ഉണ്ട്. പക്ഷേ അതിൻ്റെ മീതെ ക്രിസ്തുവിൻ്റെ തിരക്തത്തിൻ്റെ പുതപ്പ് വരുന്നതുകൊണ്ട്, തിരക്തത്തിൻ്റെ ആ തിരുവസ്ത്രം വരുന്നതുകൊണ്ട്, ആ നീതിന വസ്ത്രം വരുന്നതുകൊണ്ട് നമ്മുടെ പാപം പിശാച് നോക്കിയാലും കാണുകയില്ല. അപവാദിയായ പിശാചിന് കുറ്റം പറയാൻ വക കാണുകയില്ല. കാരണം ഇവിടെ രക്തമായി കാണുന്നുള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ് കാണുന്നത്. ഇതൊരു ആന്തരികമായ അനുഭവമാണ്. ഏതെങ്കിലും ഒരു രക്തമെടുത്ത് പുരട്ടുന്നൊന്നും അല്ലാതെ അനുഭവം, അല്ലെങ്കിൽ കുരിശുതൊട്ടിയിൽ ചെന്ന് അവിടുന്ന് തിരി എണ്ണ തൊട്ട് നെറ്റിയിൽ വയ്ക്കുന്നതല്ല അനുഭവം. അതൊന്നുമല്ല. ഇതിനപ്പുറത്ത് വലിയൊരു അനുഭവമുണ്ട്. പലരും ചില ചടങ്ങുകൾ മാത്രം നിൽക്കുകയാണ്. നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഞാൻ പാപിയാണ് എന്ന് ഉള്ളം കൊണ്ട് സമ്മതിച്ച്, എന്നിൽ നിന്ന് പുറപ്പെടാവുന്നത് പാവം മാത്രമേ ഉള്ളൂ എന്ന് അംഗീകരിച്ച്, എൻ്റെ കർത്താവേ, എൻ്റെ ഉള്ളിൽ നിന്ന് പാവമേ വരുന്നുള്ളൂ, പാവത്തെ ചിന്തകളെ വരുന്നുള്ളൂ, പാവത്തിൻ്റെ വാസനയാണ് എനിക്കുള്ളത് എന്ന് ഞാൻ തന്നെ സ്വയം അംഗീകരിച്ച് എന്നെ എൻ്റെ കർത്താവിന് സമർപ്പിച്ച് സാത്താനോട് യാത്ര പറഞ്ഞു കഴിയുമ്പോൾ ക്രിസ്തുവിൻ്റെ തിരക്തത്തിൻ്റെ ആ നീതിയിൻ വസ്ത്രം വന്ന് എന്നെ വന്ന് പൊതിയുന്നു. ദൈവത്തിന് സ്തോത്രം. തന്നെ ദേഹം തിരശ്ശീല ചിന്തി എന്ന് പറയും. എബ്രായ ലേഖന കർത്താവ് പറയും, വായിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി, യേശുവിൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി, നമുക്ക് ഒരു ജീവനുള്ള പുതുവഴി സൃഷ്ടിച്ചു തന്നു. തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തി തൻ്റെ തിരുശരീരം മുറിക്കപ്പെട്ടു. ആ പഞ്ചമുറിവുകളാൽ തിരുശരീരം മുറിക്കപ്പെട്ട് അവിടെ നിന്ന് നമുക്കൊരു പുതുവഴി സൃഷ്ടിച്ചു തന്നു. നാം നിത്യ പൗരോഹിത്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നാം ഓരോരുത്തരും പോകുവാൻ ദൈവം നമുക്ക് വഴി തെളിച്ചു തന്നു. നമ്മുടെ പാപങ്ങൾ കർത്താവ് മറച്ചു തന്നു. ലംഘനം കർത്താവ് മൂടിത്തന്നു. എല്ലാ തിന്മകളും കർത്താവ് പൊതിഞ്ഞു തന്നു. ഇപ്പോൾ പിശാച് നോക്കിയാൽ പാവം കാണുന്നില്ല. ഞാൻ പാവി തന്നെ, പാവമേ എൻ്റെ അകത്തുള്ളൂ, അത് പാവിയാണ്. ദ്രവ്യാഗ്രഹമുണ്ട്, അഹന്തയുണ്ട്, നിഗളമുണ്ട്, സ്വാർത്ഥതയുണ്ട്, തന്നിഷ്ടമുണ്ട്, ധിക്കാര മനോഭാവമുണ്ട്. ഇതെല്ലാം ഞാൻ പാവി തന്നെ. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ തിരക്തമെന്ന് പൊതിഞ്ഞു തരുന്നതുകൊണ്ട് ആ പാപങ്ങൾ വെളിപ്പെടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവിൻ്റെ കൃപ ലഭിച്ചു കഴിഞ്ഞ ദൈവമക്കൾ ആദ്യ കാലങ്ങളിലെല്ലാം വലിയ ശക്തി അനുഭവിച്ചിരുന്നത്. വലിയ ശക്തി, അവരുടെ ഹൃദയത്തിൽ വലിയ ശക്തി ഉൽപ്പാദിതമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ എപ്പോഴോ നാം അറിഞ്ഞോ അറിയാതെയോ ആ പൊതിച്ചിൽ, ആ കവറിങ് ചിലപ്പോൾ മാറിപ്പോകും. അപ്പോഴാണ് ആ പഴയ സ്വഭാവം വെളിയിരുന്നത്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ല. രക്ഷിക്കപ്പെട്ടു, മനസ്സന്തരപ്പെട്ടു, അപ്പോൾ ആ കവറിങ് കിട്ടി. പക്ഷേ ആ കവറിങ് ചിലപ്പോൾ മാറിപ്പോകും. കവറിങ് മാറിപ്പോയാൽ പിശാച് അവകാശം പറയും. അപ്പോഴാണ് നമുക്ക് പാവത്തിന് ജയമില്ലാതായി തീരുന്നത്. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറയുന്നത്, എപ്പോഴും നാം ജാഗരിച്ചു കൊള്ളണം. അലസത ലേശം പോലും വരരുത്. എപ്പോഴും കരുതലോടുകൂടി ഇരുന്ന് കൊള്ളണം. അലസത ചിലപ്പം വന്നു പോയാൽ ആ വസ്ത്രം മാറിപ്പോയി എന്ന് വരാം.
വളരെ സൂക്ഷ്മതയോടെ വേണം പോകാൻ. ഓരോ നിമിഷവും വളരെ സൂക്ഷ്മതയോടെ വേണം ജീവിക്കാൻ. അലസത ലേശം ബാധിച്ചാൽ അശുവഴിയിലേക്ക് വശമതനായി പോകും, ആത്മാവ് മരിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം കരുതലോട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വിഗർപ്പ് പുലർത്തുക എന്നുള്ളത്, നമ്മുടെ വാല്യൂസ് നോക്കുക എന്നുള്ളത്, അതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. വസ്ത്രം മാറിപ്പോകരുത്, നാം നഗ്നരായി പോകരുത്. ലവോദിക്ക സഭയ്ക്ക് പറ്റിയ അബദ്ധം, അവർ സഭയാണ്, രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടമാണ്, പക്ഷേ അവരുടെ വസ്ത്രം മാറിപ്പോയി, നഗ്നനായിപ്പോയി. ഇന്ന് അനേകം ക്രിസ്ത്യാനികൾ, ഇന്ന സഭയെന്നില്ല, അനേകം ക്രിസ്ത്യാനികൾ എല്ലാ സഭകളിലും കാണും. അനേകം ക്രിസ്ത്യാനികൾ ഇന്ന് നഗ്നരാണ്. ദൈവത്തിന് സ്തോത്രം. സാധു സുന്ദർ സിംഗ് ആധ്യാത്മിക ലോകം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. സുന്ദർ സിംഗിനെ ആധ്യാത്മിക ലോകം കാണിച്ചു കൊടുക്കാൻ മാലാഖ കൂട്ടിക്കൊണ്ടുപോയി, സ്വർഗരാജ്യം കാണിച്ചു കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ നല്ല നല്ല പ്രാഗൽഭ്യത്തോടെ ഇയാൾ ചെന്നിരിക്കുന്നത്, ഈ ആത്മാവ് ചെന്നിരിക്കുന്നത്. മാലാഖ പറഞ്ഞു, നിങ്ങൾക്കിവിടെ പ്രവേശനമില്ല. അല്ല, ഞാൻ ദൈവത്തിന് വേല ചെയ്ത ആളാണല്ലോ, ഞാൻ അനേകരോട് സുവിശേഷം പറഞ്ഞ ആളാണല്ലോ. അല്ലല്ല, അതൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നീതിൻ വസ്ത്രം കിട്ടിയിട്ടില്ല, നീതിൻ വസ്ത്രം നിങ്ങൾക്കില്ല, നീതീകരണത്തിൻ്റെ വസ്ത്രം നിങ്ങൾ പൊതിഞ്ഞിട്ടില്ല, ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള അടയാളമുള്ള അങ്കി നിങ്ങൾക്കില്ല. അപ്പോഴാണ് ഈ മനുഷ്യൻ തന്നെത്താൻ കാണുന്നത്. തന്നെത്താൻ കണ്ടപ്പോൾ അയ്യോ ലജ്ജാകരം, നഗ്നനായി നിൽക്കുകയാണ്. അയ്യോ ലജ്ജാകരം. എങ്ങനെ ഈ ആളുകളുടെ മുമ്പിൽ ഓടി ഒളിക്കുകയാണ്, എവിടെയെങ്കിലും ഓടുകയാണ്. സുധീർക്ക് നോക്കി നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ ഓട്ടത്തോടോട്ടം എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും മറഞ്ഞിരിക്കാൻ ലജ്ജിതനായി നഗ്നനായി നിൽക്കുന്നു. നഗ്നനാണ് അപ്പോഴും അറിയുന്നത്. സുന്ദർ സിംഗ് ഒരു പാഠം പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ നീതിൻ വസ്ത്രം നമുക്ക് പുതയ്ക്കാൻ കിട്ടി, നമ്മുടെ ലജ്ജാകരമായ നഗ്നത മറച്ചു കിട്ടി. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ പാപത്തിലേക്ക് നാം ഊർന്നു പോകുമ്പോൾ, പാപത്തിൻ്റെ ചോദനകൾ, പാപത്തിൻ്റെ പ്രേരണകൾ നമുക്ക് വരുമ്പോൾ, പാപത്തിൻ്റെ ശക്തി നമ്മൾ വശീകരിക്കുമ്പോൾ, നമ്മുടെ നീതിൻ വസ്ത്രം അത് മാറിപ്പോവുകയും നാം നഗ്നരായിത്തീരുകയും ചെയ്യും. അതാണ് ദേ ഹാഡ് ലോസ്റ്റ് ദെയർ വെസ്റ്റർ. അവരുടെ വസ്ത്രം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇനി നമുക്ക് അതിൻ്റെ വാക്യം വായിക്കാം. 17-ാം വാക്യം മുതൽ. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം നീ എന്നോട് വിലയ്ക്ക് വാങ്ങണം, നീ വില കൊടുത്ത് വാങ്ങണം. ദൈവത്തിന് സ്തോത്രം. എന്തൊക്കെ? നീ നിർഭാഗ്യനാണ് എന്നീ അറിയുന്നില്ല, നീ അരിഷ്ടനാണ് എന്നീ അറിയുന്നില്ല, നീ ദരിദ്രനാണ് എന്നീ അറിയുന്നില്ല, നീ കുരുടനാണ് എന്നീ അറിയുന്നില്ല, നീ നഗ്നനാണ് എന്നീ അറിയുന്നില്ല. അതുകൊണ്ട് നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്നെ നഗ്നത ലജ്ജ വെളിവാകാതെ ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ നഗ്നത വെളിവാകാതെ ധരിക്കണം, നഗ്നത വെളിപ്പെടരുത്. നീ അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് വെള്ളയുടുപ്പ് വാങ്ങുക, ശുഭ്രവസ്ത്രം വാങ്ങുക. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ചിലർക്കെങ്കിലും ശുഭ്രവസ്ത്രം കിട്ടിയവരാണ്. എന്നാൽ ഇന്നുണ്ടോ വസ്ത്രം? നഗ്നത വന്നുപോയോ? തെറ്റുകൾ സംഭവിച്ചു പോയോ? പാപങ്ങൾ ജീവിതത്തിൽ വന്നുപോയോ? ഏതെങ്കിലും കാര്യത്തിൽ അറിഞ്ഞോ അറിയാതെയോ പാപത്തിൽ വീണുപോയോ? അനേകർ പാപത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ പാപത്തിൽ വീണു പോവുകയാണ്. എന്തൊരു തീഷ്ണതയോടെ നടത്തുന്ന അനേകം ആളുകൾ ഇന്ന് നിർജീവരായി തീർന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് കുറ്റം പറയുന്നത് നിങ്ങൾക്ക് തോന്നരുത്, സത്യമാണിത്. വാസ്തവം അതാണ് ഒരു കണക്കിന് പറഞ്ഞാൽ ഇന്ന് മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വലിയ കാര്യവും. ഒരു കാലത്ത് നല്ല തീഷ്ണതയോടെ നിന്നിരുന്ന പലരും ഇന്ന് തീ കെട്ടുപോയിരിക്കുന്നു. കുറേ കാലം പന്തൽ പെയ്തുകൊണ്ടിരുന്നു, പന്തൽ പെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? മഴ പെയ്യുമ്പോൾ വെള്ളം വീണുകൊണ്ടിരിക്കുമല്ലോ, മഴ പെയ്യുമ്പോൾ വെള്ളം താഴോട്ട് വീണുകൊണ്ടിരിക്കും. മഴ നിന്നു, മഴയില്ല, മഴ പെയ്യുന്നില്ല. പക്ഷേ ഇപ്പോഴും ആ മുമ്പ് പെയ്തുകൊണ്ടിരുന്ന ആ മഴത്തുള്ളികൾ കുറച്ച് പന്തലിൽ കിടപ്പുണ്ട്. പന്തലിൽ അതിൻ്റെ വിധാനത്തിൽ കുറച്ച് മഴത്തുള്ളികൾ അവിടെ തങ്ങി നിൽക്കുന്നുണ്ട്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോന്നുകൊണ്ടിരിക്കും. മഴ പെയ്ത് തീർന്നു,
പക്ഷേ മഴത്തുള്ളികൾ അവിടെ നിൽക്കുന്ന മഴത്തുള്ളികൾ ചിലത് ഇപ്പോൾ പന്തലിൽ നിന്ന് പെയ്തുകൊണ്ടിരിക്കുന്നു. അനേകരിൽ നിന്ന് പന്തൽ പെയ്യുകയാണ്, പന്തൽ പെയ്യുന്നു. മനസ്സിലാകുന്നു? അനേകർക്ക് ഇന്ന് മഴ നിലച്ചുപോയി. സ്വർഗീയമായ മഴയുടെ അനുഭവം നിലച്ചുപോയി. സ്വർഗീയമായ മഴ ഇന്ന് കിട്ടുന്നില്ല, സ്വർഗീയമായ മഴ പെയ്യുന്നില്ല, അത് നിലച്ചുപോയി. എന്നാൽ ഇന്ന് ഒരു കാലത്തുണ്ടായിരുന്ന മഴയുടെ വെള്ളത്തുള്ളികൾ, ചില കഷ്ണങ്ങൾ അവിടെ ഇവിടെ നിൽക്കുന്നത്, അതാണ് ഇപ്പോൾ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പന്തൽ പെയ്യുന്നു. ആത്മീയ ജീവിതത്തിൽ ഒരിക്കലും ഇടകൊടുക്കരുത്. ദൈവത്തിന് സ്തോത്രം. എന്നും ഇതൊക്കെ പരിശോധിക്കണം നിങ്ങൾ. വെറുതെ അല്ല, ആത്മീയ ജീവിതം നിസ്സാരമല്ല, എന്നും പരിശോധിക്കണം. കാരണം വിലയേറിയ മുത്താണ് നമുക്ക് കിട്ടുന്നത്, വിലപ്പെട്ട നിധിയാണ് നമുക്ക് കിട്ടുന്നത്. എന്നും ശോധന ചെയ്യണം. എവിടെയെങ്കിലും എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ സ്വർഗീയ മഴ നിലച്ചുപോയോ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹം നിലച്ചുപോയോ, പരിശുദ്ധാത്മാവിൻ്റെ മഴ എൻ്റെ ജീവിതത്തിൽ കുറഞ്ഞുപോയോ, അതിൻ്റെ ശക്തി കുറഞ്ഞുപോയോ, എവിടെയെങ്കിലും നിലച്ചുപോയോ? സ്നേഹിതരെ, ഞാൻ വിനയപൂർവ്വം അറിയിക്കട്ടെ, നിങ്ങൾ അനേകം പേരുടെ ജീവിതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമില്ല. അനേകം പേരുടെ ജീവിതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പെയ്യുന്നില്ല. അനേകം പേരുടെ ജീവിതത്തിൽ നിന്ന് മഴ പെയ്യുന്നില്ല. ഒരു സമയം വരുമ്പോൾ നിങ്ങൾക്ക് കോപം വരുന്നു, ഒരു സന്ദർഭം വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടക്കുറവുകളും മുഷ്ടിലും വരുന്നു, ഒരു സമയം വരുമ്പോൾ നിങ്ങൾക്ക് വാശി വരുന്നു, ഒരു സമയം സന്ദർഭം വരുമ്പോൾ ചിലപ്പോൾ പാവത്തിലേക്കുള്ള ആകർഷണം വരുന്നു, തിന്മയിലേക്കുള്ള ആകർഷണം വരുന്നു, ചീത്ത പടങ്ങളിലേക്കുള്ള ആകർഷണം വരുന്നു. ഒരു സമയം വരുമ്പോൾ പല പാവങ്ങളിലേക്ക് നിങ്ങൾ അറിയാതെ വാർന്ന് ഊർന്ന് ഒഴുകിപ്പോകുന്നു. അപകടമാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹം നിലച്ചു പോയിരിക്കുന്നു, അത് വരരുത്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹം നിരന്തരം ലഭിക്കത്തക്കവണ്ണം സ്വർഗീയ മഴ എൻ്റെ മേൽ പെയ്യാൻ ഞാനിതാ എന്നെ തന്നെ താഴ്ത്തുന്നു. വേറൊന്നും ചെയ്യേണ്ട. നിങ്ങൾ അതിനുവേണ്ടി 10 പൈസ മുടക്കണ്ട. അതിനുവേണ്ടി ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരു പ്രവൃത്തിയും ചെയ്യേണ്ട, ഒരു മനോഹര പ്രവൃത്തിയും ചെയ്യേണ്ട. ഒക്കെ ചെയ്തോളൂ, പക്ഷെ അതൊന്നും ചെയ്യേണ്ട. ഇതൊന്നുമല്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികളിലേക്ക് വരുവാനായിട്ട് നിങ്ങൾ താണു കൊടുക്കുക. കർത്താവേ സത്യം, കർത്താവേ സത്യം. കനാന്യ സ്ത്രീ കർത്താവിൻ്റെ അടുക്കൽ ചെന്നില്ലേ? കർത്താവിന് പുറകെ നടക്കുക. കർത്താവ് റോഡേ പോകുന്നു, ശിശുമാരുണ്ട്. ഈ സ്ത്രീ വിടാതെ നടക്കുക. അവളിങ്ങനെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, കർത്താവേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു, ഭൂതബാധ കഠിനമായിരിക്കുന്നു. പുറകെ നടക്കുക പാവം. കർത്താവ് കേട്ടമട്ടില്ല. എന്താണ് കർത്താവ് കേൾക്കാഞ്ഞത്? കേൾക്കാഞ്ഞിട്ടല്ല, കർത്താവ് ശ്രദ്ധിക്കാഞ്ഞിട്ടല്ല, കർത്താവ് മറുപടി പറയുന്നില്ല. കർത്താവ്, എൻ്റെ മകൾക്ക് ഭൂതബാധ അധികമായിരിക്കുന്നു, കഠിനമായിരിക്കുന്നു. പിന്നെയും ഇവള് നിലവിളിച്ചുകൊണ്ട് വന്നപ്പോൾ ശിഷ്യന്മാർക്കൊരു പ്രയാസം തോന്നി. കർത്താവ്, എത്ര നേരമായി ഇവള് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നു, ഇവിടെ പറഞ്ഞു വിട്ടാൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശല്യം, റോഡിൽ നമ്മൾ പോകുമ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുമായിരുന്നു, അവളെ പറഞ്ഞു വിട്ടാലോ? കർത്താവ് പറഞ്ഞു, ഞാൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കാണ് ഞാൻ വന്നത്. ഞാൻ പുറജാതികൾക്ക് വേണ്ടി വന്നതല്ല, ഞാൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കാണ് വന്നത് എന്ന് പറഞ്ഞാൽ, കേട്ടാൽ എന്താണ് കർത്താവ് അങ്ങനെ പറഞ്ഞത് നമുക്ക് തോന്നും, നമുക്ക് മനസ്സിലാവില്ല. എന്താ കർത്താവ് പറഞ്ഞത്? അവളെ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കാണ് പറഞ്ഞത്. നിനക്ക് വേണ്ടി എനിക്ക് ഒന്നും ചെയ്യാനില്ല, നീ പുറജാതി സ്ത്രീയാണ്, സുറഫോയിക്ക ജാതിയിലുള്ളൊരു സ്ത്രീയാണ്, നീ ഒരു കനാന്യ സ്ത്രീയാണ്, നിൻ്റെ കാര്യത്തിൽ എനിക്കൊന്നും ഇടപെടാൻ സാധ്യമല്ല. ഇത് കർത്താവ് പറയുമ്പോൾ ആ സ്ത്രീക്ക് വേണമെങ്കിൽ മടുപ്പ് വരാം. പക്ഷേ അവൾ പിന്നെയും മുന്നോട്ട് വന്നപ്പോൾ, കുറച്ചുകൂടി കർത്താവിൻ്റെ അടുക്കൽ മുന്നോട്ട് കയറി വന്നു. കർത്താവെ, കരുണ ചെയ്യണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു, കരുണ ചെയ്യണമേ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവ് പറഞ്ഞു, അവളോട് നേരിട്ട് പറഞ്ഞു. ഇത്രയും നേരം അവളുടെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. ഇപ്പോൾ നേരിട്ട് പറഞ്ഞു, മക്കൾക്കുള്ള അപ്പെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്ന വിഹിതമല്ല. നീ ഒരു നായയാണ്, നിൻ്റെ മോളുടെ കാര്യം അവൾ മോളൊരു നായ്ക്കുട്ടിയാണ്. മക്കൾക്കുള്ള അപ്പെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്ന വിഹിതമല്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സാധാരണഗതിയിൽ അപ്പോൾ പിന്തിരിഞ്ഞ് പോകാം, അല്ലേ? പോകാം. എന്താ കേൾക്കാനുള്ളത്? നീ ഒരു നായയാണ്, നിൻ്റെ കുട്ടി നായ്ക്കുട്ടിയാണ്, അതിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇടപെടാൻ സാധ്യമല്ല, ഞാൻ മക്കളുടെ കാര്യമേ നോക്കാറുള്ളൂ, മക്കൾക്ക് അപ്പം കൊടുക്കാതെ എൻ്റെ ശ്രദ്ധയിലുള്ളൂ എന്ന് നിരുത്സാഹപ്പെടുന്ന വാക്ക് കർത്താവ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാം പിന്നെയും വായിക്കുന്നു, അവൾ മുന്നോട്ട് കയറി വന്നു. കർത്താവേ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, നായ്ക്കുട്ടികളും മക്കളിട്ട് കൊടുക്കുന്ന അപ്പം തിന്നതിന് ശേഷം ഉച്ഛിഷ്ടം വാരി എറിയുന്നത് തിന്ന് വിശപ്പടക്കുന്നുണ്ടല്ലോ. നായ്ക്കുട്ടികളും യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കൾ തിന്ന് വിശപ്പടക്കുന്നുണ്ടല്ലോ. എനിക്കത് മതി കർത്താവേ. മക്കൾക്കുള്ള അപ്പത്തിൻ്റെ ഒരു അംശം എറിഞ്ഞു കളയുന്നത് എനിക്ക് തന്നാൽ മതി. എൻ്റെ മകളുടെ ഭൂതബാധ കഠിനമായിരിക്കുന്നു, അത് മാറ്റി തരണം. ഇത്രയും ആയപ്പോൾ കർത്താവ് പറഞ്ഞു, സ്ത്രീയെ നേരെ വിശ്വാസം വലിയത്. അപ്പോൾ അത്രയും നേരം കർത്താവ് പറഞ്ഞത് അവളുടെ വിശ്വാസത്തിൻ്റെ ദാർഢ്യം നോക്കാനാണ്. അവൾക്ക് എത്രമാത്രം വിശ്വാസമുണ്ട്, വിശ്വാസത്തിൻ്റെ ദാർഢ്യം നോക്കാനാണ്. അവൾ പിന്നെയും കരഞ്ഞുകൊണ്ട് മുട്ടിപ്പായി പറഞ്ഞുകൊണ്ട് വന്നു,
സഹോദരങ്ങളെ, ഇത് നിങ്ങൾക്ക് ഒരു പാഠമാണ്. നമുക്ക് മുട്ടിപ്പായി പറഞ്ഞോളൂ. എന്തെല്ലാം വിഷയങ്ങളുണ്ടോ, എന്തെല്ലാം ഭാരവിഷയങ്ങളുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ, ഏതെല്ലാമാണോ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, പാപം ഇന്ന് വിട്ടുമാറാതെ നിങ്ങൾ അലയുന്ന വിഷയങ്ങൾ എന്തെല്ലാം ഉണ്ട്, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കിട്ടാത്ത കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ട്, നിങ്ങൾ വലയുന്ന വിഷയങ്ങൾ എന്തെല്ലാം ഉണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെല്ലാം ഉണ്ട്, എല്ലാം ഒട്ടും മടിക്കാതെ ഏതെല്ലാം എതിർപ്പുകൾ വന്നാലും, ഏതെല്ലാം അസ്വാരസ്യങ്ങൾ വന്നാലും, ഏതെല്ലാം തടസ്സങ്ങൾ വന്നാലും പോയി പറഞ്ഞുകൊള്ളുക. ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കൊള്ളുക. മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കും. സ്തോത്രം. സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ ആഗ്രഹം പോലെ ഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ അവളുടെ മകളുടെ ഭൂതബാധ വീട്ടിൽ മാറി. മകളെ കൊണ്ടുവന്നില്ല, മകളുടെ കാര്യം പറയാനുള്ള വന്നേ ഉള്ളൂ. വീട്ടിൽ മകളെ ഭൂതബാധ ഇട്ട് ഇങ്ങനെ വിഷമിച്ച് കിടക്കുകയാണ്. ഇടയ്ക്ക് പിച്ചും പെയ്യും പറയും, ഇടയ്ക്ക് വായിൽ നിറയും പതയും വീഴും, അവൾ ഇടയ്ക്ക് ബോധം കെട്ട് വീഴും, പിന്നെ ഇടയ്ക്ക് എഴുന്നേൽക്കും, എന്തെല്ലാം അപശബ്ദങ്ങൾക്ക് പ്രകടിപ്പിക്കും. അങ്ങനെയൊരു കുട്ടിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ സ്ത്രീ വന്നത്. അവളുടെ ഭൂതബാധ അപ്പോഴേ നിന്നു. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിൻ്റെ ആഗ്രഹം പോലെ ഭവിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾ ഏതൊരു കാര്യമാണോ നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടത്, ഭൗതിക കാര്യമായിരിക്കാം, ആത്മീയ കാര്യവുമുണ്ട്, ഏത് കാര്യമാണ് നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടത്, നിങ്ങൾ അതുമായി ദൈവസന്നിധിയിലേക്ക് ചെല്ലുക. മുട്ടിപ്പായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവിന് സ്തോത്രം. മുട്ടിപ്പായിട്ട് അത് കർത്താവിന് സൗകര്യം കൊടുക്കാത്ത രീതിയിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വിട്ടു നടക്കുമ്പോൾ മാത്രമല്ല, എപ്പോഴും നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും അല്ല, നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും ഉള്ളിൽ ഈ ഒരു അന്തർഗതം നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. ഈ ഒരു ചിന്ത നിരന്തരം, എൻ്റെ കർത്താവേ നീ ഒന്ന് കനിയണമേ, എൻ്റെ യേശുവേ നീ ഒന്ന് കനിയണമേ, എൻ്റെ ജീവിതത്തിൽ ഇനിയും പാവം വരാതെ നീ എന്നെ കാക്കണമേ, ഇനിയും കോപം വരാതെ നീ എന്നെ സൂക്ഷിക്കണമേ, ഇനിയും വാശി വരാതെ എന്നെ സൂക്ഷിക്കണമേ, ഇനിയും ദുശാഠ്യം വരാതെ എന്നെ കാക്കണമേ, ഇനിയും സ്വാർത്ഥത വരാതെ എന്നെ കാക്കണമേ. എൻ്റെ കർത്താവേ, എന്നെ തന്നെ കണ്ട് അനുഭവിക്കാനുള്ള ഹൃദയം എനിക്ക് തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവർ. അപ്പോൾ കാണാം അത്ഭുതങ്ങൾ നടക്കുന്നത്. മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നു. ലൂക്കോസ് ശേഷം 18-ാം അധ്യായത്തിൽ അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കുമ്പോൾ കാണാം, ഒരു സ്ത്രീ കരയുന്നു. അവൾ പറയുന്നത്, പ്രതിയോഗിയോട് പ്രതിക്രിയ ചെയ്ത് ന്യായം പാലിച്ചു തരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. വായിച്ചേ. മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിലൊരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവൻ്റെ അടുക്കൽ ചെന്നു, എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. പ്രതിയോഗിയോട് പ്രതിക്രിയ ചെയ്ത് രക്ഷിക്കണമേ എന്ന് ഈ സ്ത്രീ പറഞ്ഞു. അവന് കുറേ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നതുകൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പിൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ ആയാലും എന്ന് പറയുന്ന ആകയാൽ എന്നാക്കണം. കാരണം അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഇംഗ്ലീഷ് മലയാളത്തിൽ കൊണ്ടുവന്നത് അല്പം തെറ്റുപറ്റിയിട്ടുണ്ട്. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നതിൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകയാൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മുട്ടിപ്പായി പ്രാർത്ഥിക്കുക, ലജ്ജിക്കാതെ പ്രാർത്ഥിക്കുക, ഒരു തടസ്സവുമില്ലാതെ പ്രാർത്ഥിക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക, കാര്യം സാധിച്ചു കിട്ടുന്നവരെയും പ്രാർത്ഥിക്കുക. കർത്താവിന് സ്തോത്രം. പ്രതിയോഗിയുണ്ട്, പ്രതിയോഗിയോട് പ്രതിക്രിയ ചെയ്ത് ന്യായം പാലിച്ചു തരണമേ എന്നാണ് ഈ വിധവ യാചിക്കുന്നത്. മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ദൈവമോ, ആ വാക്യം കാണാപിടിക്കേണ്ടതാണ്, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകയാൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സ്തോത്രം. മുട്ടിപ്പായി പ്രാർത്ഥിക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക, നമ്മുടെ ദയനീയാവസ്ഥ തുറന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ ഇത്രയും കാലം നിൻ്റെ വചനം കേട്ടെങ്കിലും ഇന്നുവരെയും ഞാൻ, കർത്താവേ, ഇതിന് ഞാൻ അറിഞ്ഞില്ല, ഇന്നുവരെയും ആത്മീയം എനിക്ക് മനസ്സിലായിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ പലതും തിരുത്തേണ്ടതെന്ന് എനിക്കറിയാം, പക്ഷേ എങ്ങനെ തിരുത്തണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ തന്നെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. എൻ്റെ സ്വഭാവത്തിലുള്ളതായ ന്യൂനതകൾ എനിക്ക് തന്നെ മാറ്റാൻ സാധിക്കുന്നില്ല. എൻ്റെ ജഡ സ്വഭാവങ്ങൾ, പഴയ മനുഷ്യൻ്റെ സ്വഭാവങ്ങളെല്ലാം എന്നിലുണ്ട്. കർത്താവേ,
എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ. നിൻ്റെ തീ എൻ്റെ മേൽ തൊട്ടെങ്കിൽ മാത്രമേ ഈ കരിക്കട്ട തീക്കട്ടയായി തീരുകയുള്ളൂ. ഞാൻ കേവലം ഒരു കരിക്കട്ടയായിരിക്കുന്നു. കർത്താവേ, ഞാൻ എവിടെ കൊണ്ട് വെച്ചാൽ ഈ കരിക്കട്ട അവിടെ എല്ലാം കരി പിടിപ്പിക്കും. അങ്ങനത്തെ സ്വഭാവമാണ് എൻ്റേത്. എന്നാൽ കർത്താവേ, ഈ കരിക്കട്ടയോടെ ചേർന്ന് നിൻ്റെ തീ എൻ്റെ മേൽ തൊടണമേ. ആ തീ തൊട്ട് പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് നിരന്തരം വീശിക്കൊണ്ടിരുന്നാൽ ആ തീയ് അത് കരിക്കട്ടയിൽ ഊതി പിടിച്ച് കരിക്കട്ട തീക്കട്ടയായി മാറും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് ജീവിതം കർത്താവിന് സമർപ്പിക്കാം. ഈ ഭാഗ്യാനുഭവം നിങ്ങൾക്ക് ലഭിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, ദൂരദേശങ്ങളിൽ ഇരുന്നുകൊണ്ട് കേൾക്കുന്നവരും ഈ ഒരു അനുഭവം പ്രാപിക്കുക. കർത്താവേ, ഞാൻ കേവലം കരിക്കട്ടയാണ്. ഞാൻ ആരോടെങ്കിലും ഇടപെട്ടാൽ ആൾക്ക് പാവമേ വരുന്നുള്ളൂ. ആരോടെങ്കിലും സംസാരിച്ചാൽ ആളിലേക്ക് എനിക്ക് നന്മ കൊടുക്കാൻ സാധിക്കുന്നില്ല. കർത്താവ്, ഞാൻ വീട്ടിൽ ചെന്നാൽ അവിടെ എന്നിൽ നിന്ന് ഒരു പ്രയോജനം അവർക്ക് കിട്ടുന്നില്ല. അവർക്ക് ദോഷമേ സംഭവിക്കുന്നുള്ളൂ. എൻ്റെ അടുക്കൽ ആരെല്ലാം വരുന്നവർക്ക് നഷ്ടമേ വരുന്നുള്ളൂ. എൻ്റെ കർത്താവേ, ഞാനൊരു തീക്കട്ടയായി മാറണം, കത്തുപിടിപ്പിക്കുന്ന തീക്കട്ടയായി മാറണം. കർത്താവേ, അതിന് യേശുവിനോട് ഞാൻ എന്നെ ചേർത്ത് വയ്ക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ മാറുന്നില്ല, ഈ കരിക്കട്ട ഇനി മാറുന്നില്ല. തീയായ യേശുവിനോട് ഞാൻ എന്നെ ചേർത്ത് വയ്ക്കുന്നു. മന്ദമാരുതൻ വീശട്ടെ, ഇളങ്കാറ്റ് വീശട്ടെ, അവിടുത്തെ കാറ്റ് ഞങ്ങളുടെ മേൽ വീശട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് ഞങ്ങളുടെ മേൽ വീശട്ടെ. ആ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റിൽ എൻ്റെ കർത്താവേ, ഈ കരിക്കട്ട തീക്കനലായി മാറണമേ. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ തീക്കനലാക്കി മാറ്റി തരും. വിശ്വസിക്കൂ. ജീവനുള്ള ക്രിസ്തു നമ്മെ അനുഗ്രഹിക്കും. അതിനുവേണ്ടിയാണ് നിങ്ങൾ വിളിച്ചു കൂട്ടിയത്. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇന്ന് വിളിച്ചു കൂട്ടിയത്. നിങ്ങളിന്ന് വന്നത് വ്യർത്ഥമല്ല. തീക്കട്ടയാകാനുള്ള നല്ലൊരു അവസരം കർത്താവ് നിങ്ങൾക്ക് തരികയാണ്. എല്ലാ കരിയുടെ പ്രകൃതിയും മാറ്റി തീയുടെ ശക്തിയും തീയുടെ ചൂടും തീയുടെ വെളിച്ചവും നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ കർത്താവ് നിങ്ങളെ കണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തീയായി മാറുവാൻ, തീക്കനലായി മാറുവാൻ നിങ്ങൾ തന്നെ സമർപ്പിക്കുകയും യേശുകൊണ്ട് വാക്ക് പറയുകയും, യേശുവേ, എൻ്റെ നാഥ, ഇത്രയും കാലം ഞാൻ കരിക്കട്ടയായി നിന്നുപോയി, ഇത്രയും കാലം പുഴുവരിക്കുന്ന ഉറുമ്പരിക്കുന്ന കരിക്കട്ടയായി തീർന്നുപോയി. എന്നാൽ തീക്കട്ടയാകുമ്പോൾ ഉറുമ്പുകൾ കത്തിപ്പോകുമെന്ന് എനിക്കറിയാം. എൻ്റെ മേൽ ക്ഷുദ്രപ്രാണികൾ കത്തിപ്പോകുമെന്ന് എനിക്കറിയാം. എൻ്റെ കർത്താവെ, സ്വച്ഛന്തമിൽ വസിക്കുന്നതായ അനേകം പാപങ്ങളുടെ ക്ഷുദ്രപ്രാണികൾ, അനേകം ദുഷ്ടാത്മാക്കൾ, അനേകം പൈശാചിക ഭീകരതകൾ എൻ്റെ മേലുണ്ടെന്ന് ഞാൻ അറിയുന്നു. കോപത്തിൻ്റെ ആത്മാവ്, വൈരാഗ്യത്തിൻ്റെ ആത്മാവ്, പകയുടെ ആത്മാവ്, വിദ്വേഷത്തിൻ്റെ ആത്മാവ്, അശുദ്ധിയുടെ ആത്മാവ്, അവിശ്വാസത്തിൻ്റെ ആത്മാവ്, അനേകം ഭീകര ദുഷ്ടാത്മാക്കൾ എൻ്റെ മേലുണ്ടെന്ന് ഞാൻ അറിയുന്നു. കർത്താവേ, ഈ ദുഷ്ടാത്മാക്കളെയെല്ലാം കത്തിച്ച് കളയുന്ന സ്വർഗത്തിന് തീക്കനൽ എൻ്റെ മേൽ ഒന്ന് വീഴണമേ. ആ തീക്കനലിനെ സ്പർശിക്കണമേ. ഞാൻ തീയായി മാറണമേ. ഞാൻ എവിടെ വെച്ചാലും അവിടെ കത്തുപിടിപ്പിക്കുന്ന അനുഭവത്തിലായി തീരുവാൻ എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ. പ്രാർത്ഥിക്കൂ, സമർപ്പിക്കൂ. നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും തീപിടിപ്പിക്കാൻ തീയായ ഞങ്ങളുടെ ഒത്തിരി എഴുന്നള്ളൊന്നിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. അവിടുത്തെ രണ്ടാമത്തെ ഒരുണ്ടി ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ കർത്താവേ. വിശുദ്ധന്മാർ മാത്രം ചേർന്ന് പറക്കുന്നതായ ആ സ്വർഗീയ അനുഭവത്തിൽ ഞങ്ങളും പങ്കാളികളായി തീരുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. എല്ലാ നന്മകളാൽ ഞങ്ങൾ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.